എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ 3rd ചാപ്റ്റർ കഴിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ടേമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഒരു കമ്പനിക്ക് 3 ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് ഉള്ളത്: മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടസ്. അപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. A prospectus is a detailed document issued by a company to raise capital. ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജനങ്ങളിൽ നിന്ന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് പൈസ വാങ്ങണമല്ലോ. അപ്പം അതിനു വേണ്ടി ആ ഷെയറിന്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈസ തന്ന് നമ്മൾ ഷെയർ വാങ്ങാൻ വരുന്ന ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ്, വിത്ത് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ ടു ഹെൽപ്പ് ദം മേക്ക് ഇൻഫോംഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ഷെയർ വാങ്ങണം, എത്ര ഷെയർ വാങ്ങണം, അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ആണുള്ളത്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർസ്. ഓക്കെ, 3 ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട്, പ്രോസ്പെക്ടസ് അല്ല, ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 3 രീതിയുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർ, അതായത് നമ്മൾ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് മാത്രം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഫുൾ പബ്ലിക്കിലോട്ട് കൊടുക്കാതെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ലെറ്റർ വഴി അവരുടെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്ത് വാങ്ങുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർസ്. രണ്ടാമത്തത് അലോട്ട്മെന്റ് ടു ഇഷ്യൂ ഹൗസ് ആണ്. അതായത് ഇത് കമ്പനിയാണ്, ഇത് ജനങ്ങളാണ്. അപ്പോൾ ഇവരിലേക്ക് ഒരു മീഡിയേറ്ററിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് അലോട്ട്മെന്റ് ടു ഇഷ്യൂ ഹൗസ് എന്ന് പറയുക. ഒരു ഇന്റർമീഡിയറിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത്. ദെൻ അടുത്തത് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഇത് നമ്മൾ നേരിട്ട് ഈ പറഞ്ഞ പ്രോസ്പെക്ടസ് വഴി ജനങ്ങളിൽ നിന്ന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് വാങ്ങുന്ന മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പം ഇങ്ങനെ 3 രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി പ്രൊസീജിയേഴ്സ് റിക്വയർഡ് ഫോർ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇങ്ങനെ നമ്മൾ പബ്ലിക്കിലോട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രൊസീജിയർ എന്താണ്? ഫസ്റ്റ് തന്നെ അപ്രൂവൽ ആൻഡ് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് അതിൽ കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് പബ്ലിസിറ്റി ആൻഡ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. നമ്മൾ സെറ്റ് ചെയ്ത പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ജനങ്ങളിൽ നിന്നും അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുക. ഒരു 5% എങ്കിലും, ഇപ്പോൾ നമ്മുടെ 100 രൂപയാണ് ഒരു ഷെയർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ 5% അപ്ലിക്കേഷൻ മണി ആയിട്ട് ആളുകളിൽ നിന്ന് സ്വീകരിക്കണം. ദെൻ സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻ. നമ്മൾ അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഒന്ന് ഒത്തു നോക്കുക എല്ലാ കാര്യങ്ങളും. ദെൻ സോർട്ടിംഗ് ഓഫ് അപ്ലിക്കേഷൻ സോർട്ട് ചെയ്യുക. ദെൻ ക്ലോഷർ ഓഫ് അപ്ലിക്കേഷൻ ലിസ്റ്റ്, മൊത്തം അപ്ലിക്കേഷൻ ലിസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് അപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം അപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. സോ ഇത്രയാണ് പ്രൊസീജിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് എന്താണ് ESOP എന്നുള്ളതാ. ഇത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. ESOP എന്താണ്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ESOPയുടെ ഫുൾ ഫോം. ആൻഡ് ESOP is a benefit plan that grants employees to right to purchase a certain number of company shares at a predetermined price known as the strike price or excise price. അതായത് നമ്മുടെ കമ്പനി പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അവിടെയുള്ള എംപ്ലോയീസിന് ഷെയർ കൊടുക്കുകയാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ അടുത്ത് പറയുവാണ്, നമ്മളിങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 100 രൂപയ്ക്കാണ് നമ്മൾ പബ്ലിക്കിലോട്ട് കൊടുക്കുന്നത്, വേണമെങ്കിൽ ഒരു 90 രൂപയ്ക്ക് നിങ്ങൾക്കത് വാങ്ങാം. അപ്പോൾ മുന്നേ കൂട്ടി നിശ്ചയിച്ച പ്രൈസ്, അതാണ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്, അതിന് വിളിക്കുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് ഓർ എക്സൈസ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ ഇത്തരം മുന്നേ കൂട്ടി നിശ്ചയിച്ച ഒരു പ്രൈസിന് എംപ്ലോയീസിന് വാങ്ങാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് റൈറ്റ് ടു പർച്ചേസ് ഈ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ നമ്മളൊരു 10 ഷെയർസ് നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിന് തന്നെ 100-ൽ നിന്നും 90 രൂപയ്ക്ക് അവർക്ക് നമ്മൾ വിൽക്കുന്നു. ഇതിനെയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുക. അപ്പോൾ മുന്നേ കൂട്ടി നിശ്ചയിച്ച തുക എന്നുള്ള രീതിക്കാണ് സ്ട്രൈക്ക് പ്രൈസ് ഓർ എക്സൈസ് പ്രൈസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്തത്
ടൈപ്സ് ഓഫ് ESOPs ആണ്. ഫസ്റ്റ് വൺ വരുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എ സ്കീം ദാറ്റ് ഗ്രാൻസ് എംപ്ലോയീസ് ദ റൈറ്റ് ടു പർച്ചേസ് ഷെയർസ് അറ്റ് എ പ്രീഡിറ്റർമൈൻഡ് പ്രൈസ്. മുന്നേ കൂട്ടി നിശ്ചയിച്ച ഒരു പ്രൈസിന് വാങ്ങുന്നതാണ്, എംപ്ലോയീസിന് വാങ്ങാനുള്ള ഒരു അധികാരമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് കൊടുക്കുന്നതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അടുത്തത് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ ആണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമ്മളോട് 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ, എ പ്ലാൻ ദാറ്റ് അലൗസ് എംപ്ലോയീസ് ടു പർച്ചേസ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസ്. 100 രൂപ എന്നുള്ളത് 90 80 രൂപയ്ക്ക്, കുറവ് രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ അതാണ് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ. അടുത്തത് ഷെയർ അപ്ലിക്കേഷൻ റൈറ്റ്സ് ആണ്. എ റൈറ്റ് ഗ്രാൻറ്റഡ് ടു എംപ്ലോയീസ് ടു റിസീവ് ക്യാഷ് ഓർ ഷെയർസ് ബേസ്ഡ് ഓൺ ദ അപ്രീസിയേഷൻ ഇൻ ഷെയർ വാല്യൂ. അതായത് ഇവിടെ നമ്മുടെ എംപ്ലോയീസിന് ഒരു അപ്രീസിയേഷൻ്റെ രൂപത്തിൽ, അതായത് അവരിപ്പോൾ നന്നായിട്ട് പണിയെടുത്തു, അപ്പം നമ്മൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുമല്ലോ, വെൽ ഡൺ, നന്നായിട്ട് പണിയെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ നമ്മൾ ശമ്പളം കൂട്ടി കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ അതിന് പകരം എന്താ, ഷെയർ കൊടുക്കുക. അവർ നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്തതിൻ്റെ ഒരു ഗിഫ്റ്റ് എന്നൊക്കെ രീതിക്ക് ഷെയർ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്. സോ ഇത് 3 എണ്ണമാണ് ടൈപ്സ് ഓഫ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഇനി പറയാൻ പോകുന്നതെല്ലാം 2 മാർക്ക് സാധനങ്ങളാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. വാട്ട് ഈസ് ബുക്ക് ബിൽഡിംഗ്? ബുക്ക് ബിൽഡിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൈസിങ് സെക്യൂരിറ്റീസ് വെർ ഇൻവെസ്റ്റേഴ്സ് ബിഡ് ഫോർ ഷെയർസ് വിത്തിൻ എ സ്പെസിഫൈഡ് പ്രൈസ് റേഞ്ച്. അതായത് ഇവിടെ നമ്മുടെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ലേലം വിളിച്ചിട്ടാണ് ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. വലിയ വലിയ കമ്പനീസിൻ്റെ കേസിലാണ് നടക്കുന്നത്. അതായത് ചില ആൾക്കാരുണ്ടാവും, ഈ കമ്പനിയുടെ ഷെയർ 10 ലക്ഷം ആണെങ്കിലും ഞാൻ വാങ്ങും എന്നുള്ളവർ. അപ്പോൾ ഈ വാങ്ങാൻ വന്നവർ എല്ലാവരും അങ്ങനത്തെ മൈൻഡുള്ളവരായിരിക്കും. അപ്പോൾ കമ്പനിക്ക് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആൾക്കാർ ലേലം വിളിക്കും. ഒരു ഷെയറിന് 5 ലക്ഷം ആണെങ്കിൽ ഞാൻ വാങ്ങാം. അപ്പോൾ അടുത്ത ആൾ പറയുന്നു ഒരു ഷെയറിന് 10 ലക്ഷം ആണെങ്കിൽ ഞാൻ വാങ്ങാം. അപ്പോൾ അടുത്ത ആൾ പറയുന്നു ഒരു ഷെയറിന് 20 ലക്ഷം ആണെങ്കിൽ ഞാൻ വാങ്ങാം. അപ്പം അങ്ങനെ അവർ തമ്മിൽ ലേലം വിളിച്ചിട്ടാണ് ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, ഫൈനൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആരാണ് പറഞ്ഞത് അവരുടെ പ്രൈസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം ഈ ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലേലം വിളിക്കുന്നതിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് അണ്ടർ റൈറ്റിംഗ്? അണ്ടർ റൈറ്റിംഗ് ഈസ് എൻ അഗ്രിമെന്റ് വെർ എൻ ഓർഗനൈസേഷൻ ഗ്യാരണ്ടീസ് ദ സെയിൽ ഓഫ് എ സർട്ടൻ മിനിമം എമൗണ്ട് ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. The underwriter must subscribe to the shares up to the agreed limit if the public does not subscribe to the full amount. അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം. അവർ പറയുവാണ്, നിങ്ങളുടെ ഇത്രയും ഷെയർസ് ഞാൻ വാങ്ങിക്കോളാം. ഇനിയിപ്പോൾ നിങ്ങൾ പബ്ലിക്കിലോട്ട് 100 ഷെയറാണ് വിൽക്കുന്നത്. ഇനിയിപ്പോൾ 100ൽ 20 എണ്ണ വിറ്റുപോയുള്ളൂ, ബാക്കി 80 എണ്ണ ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്രയാണ് പബ്ലിക് വാങ്ങാത്തത് അത്രയും ഷെയർ ഞാൻ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഷെയറും ഞാൻ വാങ്ങാം എന്ന് ഒരു ഓർഗനൈസേഷനോ ഒരു ഇൻഡിവിജ്വലോ ഗ്യാരണ്ടി ചെയ്യാണ്, വാങ്ങാം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി ചെയ്യാണ്. സെർട്ടൈൻ മിനിമം എമൗണ്ട് ഓഫ് ഷെയർസ്, ഇത്ര ഷെയർസ് വാങ്ങാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുക. അങ്ങനെ ഗ്യാരണ്ടി ചെയ്യുന്ന ഓർഗനൈസേഷനെയോ ഒരു ഇൻഡിവിജ്വലിനെയോ ആണ് നമ്മൾ അണ്ടർ റൈറ്റർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ആണ്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരു കമ്മീഷൻ നമ്മൾ പേ ചെയ്യും. അണ്ടർ റൈറ്റർ ഒരു കമ്മീഷൻ കൊടുക്കണം, അതിനെയാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുക. പൈസേനെയാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ബ്രോക്കറേജ് ആണ്. ഇപ്പം നമ്മുടെ ഷെയറിൻ്റെ ബൈങ്ങിനും സെല്ലിങ്ങിനും ഒക്കെ ഒരു ഇടനിലക്കാരൻ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ബ്രോക്കേഴ്സ് വഴിയായിരിക്കും ഷെയർ നമ്മൾ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രോക്കറിന് കൊടുക്കുന്ന പൈസയാണ് ബ്രോക്കറേജ്. ബ്രോക്കറേജ് ഈസ് എ ഫീ പെയ്ഡ് ടു എ ബ്രോക്കർ ഫോർ ആക്ടിങ് ആസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന സമയത്ത് ഇന്റർമീഡിയറി ആയിട്ട് നിന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു പൈസയാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ആണ്. ഇത് നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 3 രീതിക്കായിരിക്കും. ഫസ്റ്റ് വൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഇങ്ങനെ 3 രീതിക്കാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയറിന് ഓൾറെഡി ഒരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ വാല്യൂ 10 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, അതായത് ഇഷ്യൂ പ്രൈസ്
10 തന്നെ, അതായത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, ഫേസ് വാല്യൂവിൽ തന്നെ, ഫേസ് വാല്യൂ എത്രയാണോ അതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള രീതിക്ക് തന്നെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാല്യൂ ഒരു 10 ആണെന്ന് വിചാരിക്കുക, നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപയ്ക്കാണ്. അപ്പോൾ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ഡിമാൻഡ് ഒക്കെ ഉള്ള സമയത്താണ്, അതായത് ഈ ഒരു കമ്പനിയുടെ ഷെയർ എത്രയായാലും വാങ്ങും എന്നുള്ള ഡിമാൻഡുള്ള സമയത്താണ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുക, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക. അടുത്തത് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. ഇവിടെ ഫേസ് വാല്യൂ 10 ആണ്, ഇഷ്യൂ ചെയ്യുന്നത് 8 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഫേസ് വാല്യൂവിനേക്കാളും കുറവിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഇങ്ങനെ ഇഷ്യൂ ചെയ്ത് ഒരുപാട് നമ്മൾ എന്താണ് ഡിസ്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഫൈനോ അല്ലെങ്കിൽ 6 മാസം വരെ ഇംപ്രിസൺമെന്റോ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്ര ഏരിയ മനസ്സിലായാലും. അടുത്തത് എന്താണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്? ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഈസ് ദ പ്രോസസ് ഓഫ് രജിസ്റ്ററിങ് എ കമ്പനി ഷെയർ ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ ഷെയറിൻ്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ആ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്താലേ, സെക്യൂരിറ്റീസിൻ്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്താലേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് ആ ഷെയറിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ സർട്ടൻ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. അതായത് മിനിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കണം, മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, ഇതിനെല്ലാ ഫിനാൻഷ്യൽ പെർഫോമൻസും നല്ല രീതിക്കാണ് നടന്നതെന്നുള്ള ഒരു റെക്കോർഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കാണിച്ചാലേ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ പേരും ഷെയർസിൻ്റെ കാര്യങ്ങളും നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ടും രജിസ്റ്റർ ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. ഇതിനെയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആർ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ആസ് എ ഫോം ഓഫ് കോമ്പൻസേഷൻ റാദർ ദാൻ ഫോർ ക്യാഷ്. അതായത് നമ്മുടെ നിലവിലുള്ള എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഇവിടെ സ്വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർപ്പ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് വിയർപ്പ് ഒഴുക്കുന്നവരാണ് എംപ്ലോയീസ്. അപ്പോൾ ആ എംപ്ലോയീസിന് അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട്, നമ്മൾ നേരത്തെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഷെയറിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. ദെൻ അടുത്തത് ബോണസ് ഷെയർസ് ഉണ്ട്. ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പിന്നെയും ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക, ഫ്രീക്ക് തന്നെ പിന്നെയും നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും അവരുടെ എന്താ പറയുക ഡിവിഡൻഡ് അവർക്ക് കൂടുതലായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഫ്രീ ആയിട്ട് പിന്നെയും ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതാണ് ബോണസ് ഷെയർ. എംപ്ലോയീസിന് അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അടുത്തത് എന്താണ് കോൾസ് ഓൺ ഷെയർ? ഇതൊക്കെ 2 മാർക്ക് സംഭവങ്ങളാണ് കേട്ടോ. എന്താണ് കോൾസ് ഓൺ ഷെയർ? Calls on shares refers to the payment made by the shareholder to the company when they purchase shares. ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താ പറയുക ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യണം. അപ്പം നമ്മളൊരു ഷെയർ വാങ്ങിച്ചാൽ അതിന് പൈസ കൊടുക്കണമല്ലോ. അതിനെ ആണ് നമ്മൾ കോൾസ് ഓൺ ഷെയർ എന്ന് പറയുക. ഇത് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും നമുക്ക് അടയ്ക്കാവുന്നതാണ്. നിങ്ങൾ അക്കൗണ്ടൻസിയിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ മണി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആ ഷെയർ വാങ്ങിയ പൈസ അടയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തത് സറണ്ടർ ഓഫ് ഷെയർസ് ആണ്. സറണ്ടർ ഓഫ് ഷെയർസ് റെഫേഴ്സ് ടു ദി വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ബൈ ദ ഷെയർ ഹോൾഡർ ടു ദ കമ്പനി. ഇപ്പോൾ കമ്പനി എന്താ പറയുക എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തിരിച്ചു തരും. അത് എന്താ പറയുക അവരുടെ സ്വമേധയാ അവർ തിരിച്ചു തരും ആ ഷെയർ. നിങ്ങളുടെ ഷെയർ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു തരും. അതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആണ്. Forfeiture of shares refers to the cancellation of shares by the company when a shareholder fails to pay calls on shares. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷെയർ വാങ്ങിച്ച പൈസ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരുന്നതാണ് കോൾസ് ഓൺ ഷെയർസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരടവടച്ചു പിന്നത്തതൊക്കെ അടയ്ക്കാനൊക്കെ ആയിട്ട് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും,
ആ ഒരു ഷെയർ തിരിച്ചു വാങ്ങിയിട്ട് വേറെ ആർക്കെങ്കിലും ഒക്കെ ഇഷ്യൂ ചെയ്യും. മനസ്സിലായി? ഇപ്പം അർജുൻ എന്ന് പറയുന്ന കുട്ടി ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കൃത്യമായിട്ട് പൈസ തന്നിട്ടില്ല. അപ്പം അർജുൻ്റെ ഷെയർ തിരിച്ച് വാങ്ങിച്ചിട്ട് അത് വാങ്ങാൻ റെഡി ആയിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് നിൽക്കുന്ന അശ്വിൻ ഉണ്ട്. അപ്പോൾ അശ്വിൻ അത് തിരിച്ചു കൊടുക്കും. മനസ്സിലായി? അപ്പോൾ ഒരാളുടെ ഷെയർ ക്യാൻസൽ ചെയ്യാനും നമ്മുടെ കമ്പനിക്ക് പറ്റും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് വേറൊരാൾക്ക് റീഇഷ്യൂ ചെയ്യാനും കമ്പനിക്ക് പറ്റും. ഇതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ്? അതായത് നമ്മളിപ്പോൾ ഷെയർ വാങ്ങിക്കൊണ്ട് പോകുന്ന സമയത്ത് ആ ഷെയറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, എന്താണ് നമ്മുടെ പേര്, എന്ത് ടൈപ്പ് ഓഫ് ഷെയർ ആണ്, എത്ര ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഷെയറിന് എത്ര രൂപയാണ്, ഡിവിഡൻഡ് എത്ര കിട്ടും, അങ്ങനെ ആ ഒരു ഓണർഷിപ്പ് കാണിച്ചുകൊണ്ടുള്ള, ഇപ്പം നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ നമുക്കൊരു ഡോക്യുമെന്റ് കിട്ടുമല്ലോ, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. അതേപോലെ ഷെയറിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ ഷെയർ ഹോൾഡറിൻ്റെ പേര്, ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എല്ലാം അതിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, എന്താണ് ഷെയർ വാറന്റ്? Share warrant is a document that gives the holder the right to purchase shares at a specified price. Share warrants are often used as a form of compensation for employees or as a way to raise capital. Share warrant എന്ന് പറയുന്നത് ഒരു document ആണ് that the holder the right to purchase shares at a specified price. ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഷെയർ ഹോൾഡർക്കുള്ള റൈറ്റിനെയാണ് ഷെയർ വാറന്റ് എന്ന് പറയുന്നത്. അതായത് നിലവിൽ അവർ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെയും ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ ഷെയർസ് വാങ്ങാനുള്ള ഒരു ഷെയർ ഹോൾഡറിൻ്റെ റൈറ്റ് കാണിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് ഷെയർ വാറന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എനിക്കൊരു കമ്പനിയുടെ ഷെയർ ഉണ്ട്, ഇപ്പോൾ ടാറ്റയുടെ ഷെയർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ആ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിൽ ആ ഒരു ഷെയറിൻ്റെ എന്താ പറയുക ഓണർഷിപ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുക. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഓഫ് എ ഷെയർസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. Next term, forged transfer. A forged transfer refers to a transfer of shares made with a forged signature or document. Forged എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൊപ്പ് അല്ലെങ്കിൽ കള്ളത്തരം കാട്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ കള്ളൊപ്പിട്ടിട്ടോ കള്ളത്തരം നിറഞ്ഞ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടോ നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് ഒരു ഒഫൻസാണ്, നമുക്കതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കള്ളൊപ്പിട്ടിട്ടോ കള്ള ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടോ നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അടുത്തത് ബ്ലാങ്ക് ട്രാൻസ്ഫർ ആണ്. A blank transfer is a transfer from that is not filled in, allowing the transferee to fill their own details. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്ക്, ഇപ്പം ഞാൻ എൻ്റെ ഷെയർ വേറൊരാൾക്ക് കൊടുക്കുകയാണ്, അപ്പോൾ നമ്മളൊരു ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഫോം നമുക്ക് തന്നെ ഫില്ല് ചെയ്യാം, ട്രാൻസ്ഫറിക്ക് തന്നെ ഫില്ല് ചെയ്തിട്ട് കൈമാറ്റം ചെയ്യാം. നമ്മളതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പോയിട്ട് സമീപിക്കേണ്ട ആവശ്യമില്ലാന്ന്, അവർക്ക് തന്നെ എന്താ പറയുക ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ വേറൊരാൾക്ക് നമ്മുടെ ഷെയർ കൊടുക്കുന്നതാണ് ട്രാൻസ്ഫർ. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആളുടെ ഷെയർ ഹോൾഡറിൻ്റെ ഡെത്ത് മൂലോ ബാങ്ക്റപ്സി അല്ലെങ്കിൽ ഇൻസാനിറ്റി. ബാങ്ക്റപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാനസിക അസുഖങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ഭ്രാന്ത് വരികയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ മൂലം ആ ഷെയർ ഹോൾഡറിന് അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അതുമൂലം ആ ഷെയർ വേറൊരാളിലേക്ക് ഒന്നില്ലെങ്കിൽ അവരുടെ പരമ്പരാവകാശികൾ അല്ലെങ്കിൽ നോമിനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൈമാറ്റം ചെയ്യപ്പെടും. അതിനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയാം. ഷെയർ ഹോൾഡറിന് മരണം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂസ് വന്നത് മൂലമോ ആ ഷെയറിൻ്റെ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല ആ ഷെയർ ഹോൾഡറിന്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹയേഴ്സിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ടു ദ ഹയേഴ്സ്. അതായത് അടുത്ത അവകാശികൾക്കോ നോമിനിക്കോ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൈമാറ്റം ചെയ്യുന്നതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർസും ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസും ഡിഫറൻസ് പഠിക്കുക കേട്ടോ. അടുത്തത് ലീൻ ഓൺ ഷെയർസ് ആണ്. എ ലീൻ ഓൺ ഷെയർസ് റെഫേഴ്സ് ടു ദി റൈറ്റ് ഓഫ് എ കമ്പനി ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഷെയർസ് അൺടിൽ എ ഡെപ്റ്റ് ഈസ് പെയ്ഡ്.
അതായത് ഇപ്പോൾ ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ പൈസ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പൈസ തരുന്നത് വരെ ആ ഷെയർ കൈവശം വയ്ക്കാനുള്ള അവകാശം ആ കമ്പനിക്ക് ഉണ്ടായിരിക്കും. അതാണ് ലീൻ ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് ആണ്. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി കൺവേർഷൻ ഓഫ് ദി ഫിസിക്കൽ ഷെയർസ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം. ഫിസിക്കൽ ഷെയർസ് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റീമെറ്റീരിയലൈസേഷൻ. ഇലക്ട്രോണിക് ഫോമിലുള്ളത് ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുക, അതാണ് റീമെറ്റീരിയലൈസേഷൻ. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എ കമ്പനീസ് പ്രോഫിറ്റ് ഇൻടു ഷെയർസ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ബോണസ് ഷെയർസ്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ആയിട്ടും ഒക്കെ ഇവർ കൊടുക്കും. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറാക്കി മാറ്റുന്നതാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ഡീമാറ്റിംഗ് ഓഫ് ഷെയർസ് ആണ്. Dematting of shares refers to the process of converting physical share certificates into electronic form. Physical share certificate electronic ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് ഡീമാറ്റിംഗ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡീമെറ്റീരിയലൈസേഷൻ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് സർട്ടിഫിക്കറ്റിൻ്റെ കേസാണ് പറയുന്നതെന്ന് മാത്രം. ഇനി ഇത് നമുക്ക് ഡിമാറ്റിംഗ് ഓഫ് ഷെയർസ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആദ്യം നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങൾ നടത്തണം. ദെൻ ഇലക്ട്രോണിക് ക്രെഡിറ്റിലോട്ട്, ഡിമാറ്റ് ഫോമിലോട്ട്, ഇലക്ട്രോണിക് ഫോമിലോട്ട് അത് മാറ്റാണ് ചെയ്യാറുള്ളത്. അടുത്തത് സ്പ്ലിറ്റിംഗ് ഓഫ് ഷെയർസ്. Splitting of share refers to the process of dividing existing shares into large number of shares with a lower face value. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം 10 രൂപയുടെ ഒരു ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഷെയർ ഉള്ളൂ, 10 രൂപയുടെ ഒരു ഷെയർ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷെയറിന് 1 രൂപ എന്നുള്ള നിലയ്ക്ക് 10 എണ്ണാക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ 10 രൂപയുടെ ഒരു ഷെയർ ആണ് ഉള്ളത്. നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഷെയറിനെ 10 എണ്ണാക്കി ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. 10 എണ്ണാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ രൂപ വെച്ചിട്ട് 10 എണ്ണാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെയാണ് സ്പ്ലിറ്റിംഗ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തത് റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെന്റ് ആണ്. റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെന്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഗിവിംഗ് അപ്പ് ഓർ റിനൗൺസിംഗ് ദ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. ദിസ് ക്യാൻ happen when an investor decides not to accept the allotted shares, usually within a specified time frame, rejecting allotted share. അതായത് നമ്മുടെ allotted share റിജക്റ്റ് ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യുക, ഉപേക്ഷിക്കുക. നമ്മുടെ ആ ഒരു ഷെയർ അലോട്ട്മെന്റ് കഴിഞ്ഞത് റിജക്റ്റ് ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യുന്നതിനെയാണ് റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു 3rd ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിനി 4th ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. 4th ചാപ്റ്ററിന്റെ വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യുക കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.